നമ്മുടെ ഗാർഡൻ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് കുറച്ച് നാളായല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗാർഡനിലുള്ള പല ചെടികളാണ്. കഥ പറയണത് നമ്മുടെ മെലസ്റ്റോമയുടെ ആണ്. മെലസ്റ്റോമ കുറച്ച് കുഞ്ഞു ചെടികളാണെന്നുണ്ടെങ്കിലും അവരെ വളർത്താൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ പിന്നെ ആ തെറ്റുകൾ ആവർത്തിക്കാതിരുന്നാൽ ഇനി ആ ചെടി വളർത്തുന്നവർക്ക് എളുപ്പമാവുമല്ലോ. ഇതിൽ എനിക്ക് ആദ്യം പറ്റിയ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കാര്യത്തിലാണ്. അതായത് മെലസ്റ്റോമയ്ക്ക് വളരെ കുറച്ച് വെള്ളമേ വേണ്ടൂ, അതേസമയം വെയിൽ നല്ലപോലെ വേണം താനും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലവും വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. എനിക്ക് ആദ്യങ്ങളിൽ വാങ്ങിച്ചു വെച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശത്രുവായിട്ടാണ് മെലസ്റ്റോമ എന്ന് എൻ്റെ വീട്ടിലുള്ളവർ പറയുക. എന്താണെന്ന് വെച്ചാൽ അത്ര അധികം മെലസ്റ്റോമ വാങ്ങിച്ചിട്ട് ഞാൻ കാശ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മെലസ്റ്റോമ വളർത്തുമ്പോൾ അല്ലെങ്കിൽ മെലസ്റ്റോമ വെക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ വാങ്ങിച്ചിട്ട് ചെടി വലുതായി വരുമ്പോൾ അതിനെടുത്ത് താഴത്തേക്ക് വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസം വെള്ളം കെട്ടി നിൽക്കുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അതോടുകൂടി ആ ചെടി നശിച്ചു പോകുമായിരുന്നു. പക്ഷേ ഞാൻ പോട്ടിൽ വെച്ച് തുടങ്ങിയപ്പോൾ അത് നല്ല രീതിക്ക് വളർന്നു വന്നു തുടങ്ങി. ഇപ്രാവശ്യം വാങ്ങിച്ചതും ആദ്യം ഞാൻ അതിൻ്റെ അടിയിൽ ചകിരിച്ചോറും ചകിരിയുടെ പീസൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വെള്ളം കണ്ടമാനം പിടിച്ചു നിർത്തുമായിരുന്നു. അങ്ങനത്തെ ഒരു പോട്ടി മിക്സിൽ വെച്ചപ്പോൾ ഇവർക്കും ആദ്യത്തെ സമയങ്ങളിൽ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ അവരെയും അതിൽ നിന്ന് മാറ്റി വീണ്ടും മണലും മാത്രമുള്ളൊരു പോട്ടി മിക്സിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഉഷാറായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ മെലസ്റ്റോമേനെ സംബന്ധിച്ച് നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൂക്കൾ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് നല്ലപോലെ വെയിലും വേണം. ബാക്കി വളങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇത് രണ്ടും അവരുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഒരു തരി പോലും വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടി മിക്സ് ആയിരിക്കണം. താഴ്ത്താണ് നടണമെന്നുണ്ടെങ്കിലും അത്രയും ഇളക്കമുള്ള മണ്ണും വെള്ളം നല്ലോണം വാർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണുമായിരിക്കണം മെലസ്റ്റോമയ്ക്ക് വേണ്ടത്. വെള്ളം ഒരു ചെറിയ അളവിലെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകും. വളത്തിൻ്റെ കാര്യത്തിൽ വല്ലാണ്ട് അധികം വളമൊന്നും വേണ്ട. നമുക്ക് മാസത്തിലൊരിക്കയോ എങ്ങാനും എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ലിക്വിഡായിട്ടോ അല്ലെങ്കിൽ ഖരരൂപത്തിലോ ഉള്ള എന്തെങ്കിലും ഫെർട്ടിലൈസർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താലും അതും ആ പൂക്കളുണ്ടായിരിക്കും. അതുപോലെ തന്നെ വല്ലാണ്ട് അധികം വെള്ളം ഒരിക്കലും കൊടുക്കരുത്. പോട്ടി മിക്സ് നല്ലോണം ഡ്രൈ ആയതിന് ശേഷം വേണം അതിൽ വെള്ളം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചെടി തഴച്ച് വളരെയല്ലേ ഉണ്ടാവുള്ളൂ, പൂവിടൽ കുറയും. അത് മെലസ്റ്റോമയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഏതൊരു ചെടിക്കായാലും വെള്ളം കൂടിക്കഴിഞ്ഞാൽ പുതിയ തളിർപ്പുകൾ വന്ന ചെടി ഉഷാറായിട്ട് വളരലേ ഉണ്ടാവുള്ളൂ, പൂക്കൾ കുറയും. അത് നമ്മുടെ അഡീനിയ ആയാലും റോസ് ആയാലും വേറെ ഏത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയാലും ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മുടെ അഡീനിയൊക്കെ നിറയെ പൂവുണ്ടായപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോസും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസും ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നമ്മുടെ വീഡിയോയും പൂക്കളൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകളൊക്കെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ വാട്സപ്പിലും ഇതൊക്കെയായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ.